3 ആഴ്ച മുന്നേ പറഞ്ഞത് നമ്മുടെ ഫാമിലിക്ക് പുതിയ ആള് വരാൻ പോവാണ്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, അതിന് ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞ് തൊലയണ്ണ. പൊന്നങ്ങനെ പ്രഗ്നന്റ് ആയി. നമ്മുടെ കാത്തുമ്മയ്ക്ക് ഒരു കുഞ്ഞു വാവേനും കൂടി വരാൻ പോവാണ്. അതങ്ങനെ പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കുന്നതിന്റെ വയറ് വലുതാണല്ലോ, അപ്പൊ ഞങ്ങളെ പറ്റിച്ചതാണോ അങ്ങനെ 100,000 ചോദ്യം. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് ചവിട്ടിയാലും ഇങ്ങോട്ട് ചവിട്ടിയാലും നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. അമ്മയുടെ എപ്പോഴെങ്കിലും വിളിച്ചാൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവര് വിളിക്കാറില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ വിളിക്കും. ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വലിയച്ചി. ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാ. അതിന്റെ ഇടയിൽ പൊന്നുവിട്ട ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകൾ കണ്ടുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഭക്ഷണം വെച്ചു കൊടുത്തൂടെ, അമ്മയ്ക്ക് ഇവിടെ വന്നോടെ, അവകാശപ്പെട്ട കാര്യമല്ലേ അവർ ചോദിക്കുന്നത്. ഈ പ്രതിസന്ധി കനകാമ്പനെ തരണം ചെയ്തേ പറ്റൂ. കുറെ തിരക്കും കുറെ ഓട്ടപ്പാച്ചിലും ഉള്ളിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ പറ ഗോപാല. അപ്പൊ അവർക്ക് പിന്നെ അവരെ സംബന്ധിച്ച് അവർ യൂട്യൂബിൽ വരുമ്പോൾ ഇൻസ്റ്റയിലും പ്രൊമോഷൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് 3 സൈഡിൽ ഒരു വരുമാനം ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ കാണും, അതിന്റെ റവന്യൂ കിട്ടുന്ന ആൾക്കാരല്ലാണ്ട് നമുക്കൊരു പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് വരാറില്ല. വളരെ ചുരുങ്ങി 1-2 പ്രൊമോഷൻസ് ആണ് വരിക. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കുണുക്കല് കുടിക്കുന്ന കാര്യം പോലും ഞങ്ങൾ നോക്കുന്നില്ല. നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കുള്ള ലൈഫാണ് ഞങ്ങൾ ഓക്കെ. അപ്പൊ എനിക്ക് 2 കുഞ്ഞു മക്കൾ, അവരെ ഞാൻ ആരുടെ ഏൽപ്പിക്കും, അവരുടെ കാര്യം നോക്കണേ. ഞാൻ വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. എന്തിനാ എല്ലാ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി വെക്കാനില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റും. ശവത്തിന് കാവലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ പറയോ? ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. തുടങ്ങി. അബോഷനാവാൻ നിൽക്കുന്ന മകളെ തിരിഞ്ഞു നോക്കാത്തത് തിരക്ക് കൊണ്ടാണെന്ന് ഏതെങ്കിലും അമ്മ പറയോ? കളിയാക്കല്ലേ, അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കമ്മാവാ. ഇത്തിരി